ആപ്റ്റിക്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ BEdന്റെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പറാണ്. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കുന്നത് യൂണിറ്റ് 1 ആണ്. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും 5 യൂണിറ്റുകൾ ഈ ഒരു പേപ്പറിലുണ്ട്. അത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, നാച്ചുറൽ റിസോഴ്സ് ആൻഡ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എൻവയോൺമെൻറ്റ് ഡിഫൈൻ ചെയ്യാനുണ്ട്, പിന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്, അതുപോലെ അതിൻ്റെ കോമ്പണൻസ് ഉണ്ട്, അതുപോലെ എൻവയോൺമെൻറ്റൽ അവയർനെസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്, എക്കോളജിക്കൽ ഇൻ്റലിജൻസ്, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്താണെന്നുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഫോക്കൽ ആസ്പെക്ട്സ് പഠിക്കാനുണ്ട്, പിന്നെ ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട്, നീഡ്സ് പഠിക്കാനുണ്ട്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള അതിൻ്റെ സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രധാനമായിട്ടും വരാൻ ചാൻസ് ഉള്ളത്. അതിൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കാനുള്ളത്. എക്സ്ട്രാ വന്നിരിക്കുന്നത് ബയോട്ടിക് എൻവയോൺമെൻറ്റ്, പിന്നെ മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ്, അബയോട്ടിക്, പിന്നെ അതിൻ്റെ ചാർട്ട്, പിന്നെ എൻവയോൺമെൻറ്റൽ അവയർനെസ്, ആറ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു കണ്ടന്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇൻഡിവിജ്വൽസ് ടു എക്സ്പ്ലോർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, എൻഗേജ് ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ടേക്ക് ആക്ഷൻ ടു ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ്. എന്താണ് ഇൻഡിവിജ്വൽ എക്സ്പ്ലോർ ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതുപോലെ അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. പിന്നെ ദ ടേം എൻവയോൺമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഇൻ അഗ്രഗേറ്റ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ്, ഇൻഫ്ലുവൻസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് അഫക്ട് ദ ലൈഫ്, നേച്ചർ, ബിഹേവിയർ ആൻഡ് ദ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റൽ ആൻഡ് മെച്യൂരിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ള എന്താണ്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ള അവബോധം ഒരു ടീച്ചർ ട്രെയിനി എന്ന നിലയിൽ നമ്മൾ നേടണം. അതെന്തിനാണ്, നമുക്ക് വരുന്ന ഭാവിയിലേക്ക് നമ്മളൊരു ടീച്ചേഴ്സായി മാറുന്നതാണ്. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അറിവ് പകർന്നു കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. നമ്മളത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡെഫിനീഷൻസ് നോക്കാം. ഡെഫിനിഷൻസൊക്കെ നിങ്ങൾ കാണാതെ 1-2 പഠിച്ചു വെക്കുക, അതൊക്കെ 1 മാർക്കിന് ചോദിക്കും. അപ്പം ഒരു ഡെഫിനിഷൻ വരുന്നത്, എൻവയോൺമെൻറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ്. അതൊരു എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത്. അത് E.J. റോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെൻറ്റ് ഈസ് എനിത്തിങ് ഇമ്മീഡിയറ്റ്ലി സറൗണ്ടിങ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് എക്സൈറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇറ്റ്. പിന്നെ അതുപോലെ വരുന്നത്, എ പേഴ്സൺസ് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സം ടോട്ടൽ ഓഫ് ദ സ്റ്റിമുലേഷൻ വിച്ച് ഹി റിസീവ് ഫ്രം ഹിസ് കൺസെപ്ഷൻ അണ്ടിൽ ഹിസ് ഡെത്ത്. ഒരു മനുഷ്യൻ്റെ മരണം വരെ എന്താണ്, അവൻ ഓരോ തരത്തിലുള്ള എൻവയോൺമെൻറ്റുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിപ്പം എർത്തിൽ പല സാധനങ്ങളും വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ലിറ്ററൽ മീനിങ് ആണെങ്കിൽ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ, ആ 2 വേർഡ്സും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ദ സം ടോട്ടൽ ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ദാറ്റ് സറൗണ്ടഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗാനിസം. എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ദ സം ടോട്ടൽ ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ്, ലിവിങ്ങും വരുന്നു നോൺ ലിവിങ്ങും വരും. അപ്പോൾ അതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ എന്താണ്, സിസ്റ്റം ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റം ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. ഈ 2 കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഓൾ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു എ പേഴ്സൺ ആൻഡ് ഓൾ ദ റിലേറ്റഡ് ബിഹേവിയേഴ്സ്, വാട്ട് സറൗണ്ടഡ്, ബൈ വാട്ട് സറൗണ്ടഡ്, വേർ സറൗണ്ടഡ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ്, മീനിങ് ഓഫ് ദ എൻവയോൺമെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ദ കോമ്പണൻസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അതിലെന്താണ്, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, ബയോട്ടിക്കും വരുന്നുണ്ട്, അബയോട്ടിക്കും വരുന്നുണ്ട്. എന്താണ് ബയോട്ടിക് എന്ന് പറയുന്നത്, കമ്പോണൻസ് ഓഫ് ബയോട്ടിക് എൻവയോൺമെൻറ്റ്. ദ ബയോട്ടിക് കമ്പോണൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് കുഡ് ബി ക്ലാസിഫൈഡ് ആസ് ദിസ് ഓർഗാനിസം ലിവിങ് ഓൺ ദ ലാൻഡ്. ഇത് ഭൂമിയിലുള്ള വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്, പിന്നെ ആൻഡ് ദോസ് ഹു ലിവ് ഇൻ ദ വാട്ടർ, അക്വാട്ടിക്കും വരും ലാൻഡിൽ വരുന്നതും വരും.
ഏത് ബയോട്ടിക്കിൽ. അതിന് നമുക്ക് എന്തൊക്കെയായിട്ട് ഡിഫൈൻ ചെയ്യാം? ഫ്ലോറ, ഫൂണ, അതേഴ്സ് എന്ന് പറയാം. ഈ ഫ്ലോറ എന്ന് പറയുന്നത് വെജിറ്റേഷൻ ആൻഡ് ലൈക്ക് പ്ലാന്റ്സ് പോലെ, ഫൂണ എന്ന് പറയുന്നത് ആനിമൽസ്. രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഒരു പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഫ്ലോറ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോറ ഇസ് ദ പ്ലാന്റ് ലീവ് അക്കോറിങ് ഇൻ ദ പർട്ടിക്കുലർ റീജിയൻ ഓർ ടൈം. അപ്പോൾ ഇതാണ് ചെടികൾ പോലൊക്കെ ഉള്ളതില്ലേ, മരങ്ങൾ, ചെടികൾ, അങ്ങനത്തെ ഒക്കെയാണ് ഇത് ഫ്ലോറ എന്ന് വരുന്നത്. ഇനി ഫൂണ എന്ന് പറഞ്ഞാലാണെങ്കിലോ എന്ന് പറയുന്നത് എന്താണ്? ഫൂണ ഇസ് ഓൾ ദ ആനിമൽ ലൈഫ് ഓഫ് എനി പർട്ടിക്കുലർ റീജിയൻ ഓർ ടൈം. അപ്പോൾ അതുപോലെ ആനിമൽ വിഭാഗങ്ങളാണ് എന്ത് പറയുന്നത്? ഫൂണ എന്ന് പറയുന്നത്. ഫൂണ ഒതേഴ്സ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് കൺസിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് വെജിറ്റേഷൻ ലൈക്ക് പ്ലാന്റ്സ്, ഗ്രാസ്, ബുഷസ്, ഫോറസ്റ്റ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി എബിലിറ്റി ടു മൂവ്. അപ്പോൾ മൂവ് ചെയ്യാൻ എബിലിറ്റി ഇല്ലാത്ത വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത്? ഫ്ലോറ എന്നതിൽ വരുന്നത്. അതായത് പ്ലാന്റ്സ്, ഗ്രാസ്, ബുഷസ്, ഇതൊക്കെയാണ് എന്ത്? ഫ്ലോറ. ഇനി ഫൂൺ എന്താണോ? അത് ബേർഡ്സ്, റെപ്റ്റൈൽസ്, അതായത് ഉരകങ്ങൾ, ഫിഷസ്, ഷാർക്സ്, വെയിൽസ്, അങ്ങനെയൊക്കെ വരുന്നതാണ് എന്ത്? ഫൂണയിൽ വരുന്നത്. അതിൽ ബേർഡ്സ്, ആനിമൽസും ഒക്കെ വരും. പിന്നെ ഓതേഴ്സ് ആണെങ്കിലോ അത് നമുക്ക് ഈ രണ്ടിലും പെടാത്ത ബാക്ടീരിയാസ്, വൈറസ്, ഫംഗസ് അങ്ങനെയൊക്കെ ഉള്ളല്ലേ, അതാണ് ഈ അതേഴ്സിൽ വരുന്നത്. ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കോമ്പണൻസ് ഓഫ് അബയോട്ടിക് എൻവയോൺമെൻ്റ് ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ ബയോട്ടിക്കിൻ്റെ പറഞ്ഞ അതിൽ ഫ്ലോറ, ഫൂണ, അതേഴ്സ് വരുന്നുണ്ട്. ഇനി അബയോട്ടിക്കിലാണെങ്കിലോ ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ഈ ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡാണ്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ആണ്. പിന്നെ അറ്റ്മോസ്ഫിയർ അത് എയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ. ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ this refers to the case of the earth constituted by rigid rocks and soils. Soil is this complex mixture of organism and inorganic matter as well as the air and water. ലിതോസ്ഫിയർ എന്താണ്? അപ്പം റോക്കും സോയിലൊക്കെ വരുന്നതാണ്, മണ്ണ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്താണ്? ഓഷ്യൻസ്, സീസ്, റിവർ, അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്? ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലോ അതിൽ നമുക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, അങ്ങനെ കാര്യങ്ങൾ വരുന്നതാണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഹൈഡ്രോസ്ഫിയർ എന്താണ്, ലിതോസ്ഫിയർ എന്താണ്, ബയോസ്ഫിയർ എന്താണ്, അറ്റ്മോസ്ഫിയർ എന്താണെന്ന് കറക്റ്റ് പറയുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് വരുന്നത്? എയർ ആണത്. നമുക്ക് ഈ ആകാശം, ആ ഒരു താഴത്ത് വരുന്ന എന്നാൽ ഈ ഭൂമിയുടെ ഇടയ്ക്ക് വരുന്ന സംഭവങ്ങളൊക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. ബയോസ്ഫിയർ ആണെങ്കിലോ ഈ മൂന്നിൻ്റെയും ഒരു മിക്സാണ്. അതായത് ലിതോസ്ഫിയർ വരും, ഹൈഡ്രോസ്ഫിയർ വരും, അറ്റ്മോസ്ഫിയർ വരും. പിന്നെ ഹൈഡ്രോസ്ഫിയർ ആണെങ്കിലോ അത് വാട്ടറാണ്. പിന്നെ ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മണ്ണ്, സോയിലൊക്കെയാണ്, റോക്സ് ഒക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്തൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ വരുന്നുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ വരുന്നുണ്ട്, മിസോസ്ഫിയർ വരുന്നുണ്ട്, പിന്നെ തെർമോസ്ഫിയർ വരുന്നുണ്ട്, എക്സ്പോസ്ഫിയർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് എന്ത്? അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കേണ്ടി വരും ഏതൊക്കെയാണെന്നുള്ള ലെയേഴ്സ്. ഇതൊക്കെ ഒന്നുകൂടി നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ചിത്രം പോലെ വരയ്ക്കുക. ഓരോ ലെയേഴ്സ് ഏതാണെന്ന് വരച്ചടയാളപ്പെടുത്തുകയാണെങ്കിൽ എന്താണ്? ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, അടുത്തത് നോക്കാം. പിന്നെ ട്രോപ്പോസ്ഫിയർ എന്താണ്, സ്ട്രാറ്റോസ്ഫിയർ എന്താണെന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും എന്ന് വിചാരിക്കുക. ഓരോ ലെയർ ഏതാണെന്ന് പഠിക്കുക. അതൊക്കെയാണ് പ്രധാനപ്പെട്ടത് വരുന്നത്. മിസോസ്ഫിയർ എന്താണ്, തെർമോസ്ഫിയർ എന്താണ്, എക്സ്പോസ്ഫിയർ എന്താണ്. ഏറ്റവും മുകളിൽ വരുന്നതാണ് എക്സ്പോസ്ഫിയർ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കാം. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നാച്ചുറൽ എൻവയോൺമെൻറ്റും ഉണ്ട്, മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റും ഉണ്ട്. അതിൽ തന്നെ നമ്മൾ നേരത്തെ നോക്കിയതൊക്കെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റും ഉണ്ട്, ബയോട്ടിക് എൻവയോൺമെൻറ്റും ഉണ്ട്. ഫിസിക്കലിന് തന്നെ മറ്റൊരു പേരാണ് അബയോട്ടിക്. അതിൽ ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. പിന്നെ ഈ ചാർട്ട് കാണാതെ ഒന്ന് പഠിച്ചു വെക്കുന്നതും ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഈ ചാർട്ട് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലുള്ള പകുതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം. ഈ ഒരു ചാർട്ട് എന്തായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഓക്കെ, നോക്കാം അടുത്തത്. പിന്നെ എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്താണെന്ന്. ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോസയൻസ്, ജോഗ്രഫി, അഗ്രികൾച്ചറൽ. പിന്നെ പ്രൊവൈഡ് ദ എൻവയോൺമെൻറ്റൽ അവയർനെസ്, ഹെൽപ്പ് ദ സോഷ്യൽ ഗ്രൂപ്പ് ടു ഇൻഡിവിജ്വൽ ഗെയിൻ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ഇൻ ആൻഡ് അക്വയർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്കൊരു പ്രകൃതിയെക്കുറിച്ചുള്ള അറിവാണ്, അവയർനെസ് ആണ്. അതെന്തൊക്കെയാണ്? അത് ജോഗ്രഫി അറിയണം, ബയോസയൻസ് അറിയണം, അഗ്രികൾച്ചർ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. പിന്നെന്താണ്? ഇൻഡിവിജ്വൽ ടു ഗെയിൻ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ്, അക്വയർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള
ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്സ് ആർ ലേൺഡ് ഡിസ്പോസിഷൻ ടുവേർഡ്സ് ആസ്പെക്ട്സ് ഓഫ് അവർ എൻവയോൺമെൻറ്റ്. They may be positively or negatively directed towards certain issues, people or institution. Environmental attitude refers to one's attitude towards preservation of the quality environment and utilization of environmental resources. ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്രകൃതി എന്താണ് വേണമെങ്കിൽ ചൂഷണം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സംരക്ഷിക്കാം. അതായത് നെഗറ്റീവ്ലി പോസിറ്റീവ്ലി നമ്മളെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും പ്രകൃതിയോട് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് വിഭവങ്ങളെ നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഗാന്ധിജി പറഞ്ഞൊരു വേർഡ്സ് ഉണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്താണ് പ്രകൃതിയിലുണ്ട്, നമ്മുടെ അത്യാർത്ഥിക്കുള്ള സാധനങ്ങളില്ലാന്നും. അതുപോലെ തന്നെയാണ് എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങളും. എല്ലാ റിസോഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്, അത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. അടുത്തത് എക്കോളജിക്കൽ ഇൻ്റലിജൻസ്. എക്കോളജിക്കൽ ഇൻ്റലിജൻസ് ഡിനോട്ട് വൺസ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്ഡ് ടുവേർഡ്സ് എൻവയോൺമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ബാലൻസ്. അപ്പോൾ അതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരാളുടെ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ പ്രകൃതിയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഒരു കാര്യം വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ഒരു പോയറ്റ് പ്രകൃതിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വരികളാണ്. ഓക്കെ, അപ്പോൾ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ സെൻസിറ്റിവിറ്റി ഡിസ്ക്രൈബ് ദ എബിലിറ്റി ടു ആൻ ഇൻഡിവിജ്വൽ ടു പെർസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റൽ സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടു പെർസീവ് ആൻഡ് പ്രോസസ് ദ ഇൻഫർമേഷൻ അബൌട്ട് എൻവയോൺമെൻറ്റ്. എത്രത്തോളം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിലും താല്പര്യപ്പെടുന്നു എന്നതാണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി വരുന്നത്. ഇതൊക്കെ പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇൻട്രൊഡക്ഷൻ നോക്കി, മീനിങ് ഓഫ് എൻവയോൺമെൻറ്റ് നോക്കി, ഡെഫിനേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് നോക്കി, ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ് നോക്കി, നാച്ചുറൽ ഓഫ് എൻവയോൺമെൻറ്റ് നോക്കി, കമ്പോണൻസ് ഓഫ് ബയോട്ടിക് എൻവയോൺമെൻറ്റ് നോക്കി, കമ്പോണൻസ് ഓഫ് അബയോട്ടിക് എൻവയോൺമെൻറ്റ് നോക്കി, മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ് നോക്കി, ചാർട്ട് നോക്കി, പിന്നെ എൻവയോൺമെൻറ്റൽ അവയർനെസ് എന്താണ് നോക്കി, എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ് നോക്കി, എക്കോളജിക്കൽ ഇൻ്റലിജൻസ് നോക്കി, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.